എല്ലാം നഷ്ടപ്പെട്ടവരുടെ കണ്ണീര് ഇനി എന്തിനു ജീവിക്കണം, ആർക്കു വേണ്ടി ജീവിക്കണമെന്നറിയാത്തവരുടെ നിലവിളികൾ അതാണ് ചുറ്റും. നമ്മൾ നിലമ്പൂർ സർക്കാർ ആശുപത്രിയിലേക്ക് പോവുകയാണ്. MS ലിഷോയ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഇതുവരെ 61 മൃതദേഹങ്ങളാണ് അവിടേക്ക് എത്തിച്ചത്. ഇതിൽ എത്ര പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ലിഷോയ്? ഇതിനോടകം 61 മൃതദേഹങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ളത്. പലതും പല മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ മാത്രമാണ് എത്തിയിട്ടുള്ളത് എന്നുള്ളതും മറ്റ് ഒരു ദുഃഖിപ്പിക്കുന്നൊരു കാര്യമാണ്. ഇതിൽ 4 പേരുടെ മൃതദേഹങ്ങളാണ് നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇന്ന് രാവിലെ 2 കുട്ടികളുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ വിവരം നമ്മൾ അറിയിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ 2 പേരുടെ, അതായത് ഈ ചൂരൽമലയിലുള്ള ചിന്ന എന്ന് പറയുന്ന വയോധികയുടെയും അതിനോടൊപ്പം തന്നെ അവിടെ തന്നെയുള്ള സൗമ്യ എന്ന് പറയുന്ന ഒരു യുവതിയുടെയുമാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. അതായത് ഈ മൃതദേഹം തിരിച്ചറിയുന്നതിന് വേണ്ടി ഇനിയിപ്പോൾ ആരും നിലമ്പൂർ ആശുപത്രിയിലേക്ക് വരേണ്ട കാര്യമില്ല. കാരണം ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ വയനാട്ടിലേക്ക്, മേപ്പാടിയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നിലവിൽ ആ ദുരന്തങ്ങളിൽപ്പെട്ടവരെല്ലാം തന്നെ അവിടെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മരണമടഞ്ഞവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വരേണ്ട, അത്തരത്തിലൊരു ബുദ്ധിമുട്ട് കൂടി അനുഭവിക്കേണ്ട ഒരു സാഹചര്യം വേണ്ട എന്നുള്ളത് തീരുമാനിച്ചുകൊണ്ടാണ് ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ളവർ, ജില്ലാ ഭരണകൂടം ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെയാണ് പ്രധാനമായിട്ടും ആളുകളൊക്കെ തിരിച്ചറിയാൻ വരുന്നത് നിലവിൽ. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അവിടേക്ക് എല്ലാം എപ്പോഴാണ് കൊണ്ടുപോകുക? ആംബുലൻസ് സജ്ജമായി കഴിഞ്ഞാൽ ബോഡി ഇവിടുന്ന് വിടും. നമ്മളെ മുഴുവൻ ബോഡികളും മേപ്പാടി CHSൽ നിർത്തി അവിടുന്ന് ആളുകൾക്ക് വന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ്, വയനാട്ടുകാരാണല്ലോ, അതുകൊണ്ടാണ് ആ സൗകര്യം ചെയ്തിട്ടുള്ളത്. അത് വളരെ വേഗത്തിൽ വണ്ടി ഫ്രീസ് റോഡ് കൂടിയാണ് തന്നെയാണ് അങ്ങോട്ട് വിടാൻ പോകുന്നത്. എന്തായിരുന്നാലും ഒരു 12 മണിക്ക് ശേഷം ഈ ബോഡികളൊക്കെ ഇവിടുന്ന് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. 38ഓളം ആംബുലൻസ് ഉണ്ടാവും. 40 ആംബുലൻസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇനിയും ബോഡികൾ വരാമല്ലോ. കാരണം ഇവിടുന്ന് പോകുന്നൊരു വണ്ടി പറഞ്ഞാൽ ഒരു 7 മണിക്കൂറെങ്കിലും തിരിച്ചു വരാൻ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ആ വണ്ടി തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് കിട്ടുന്ന ബോഡികൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് മേപ്പാടിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ രാവിലെ എടുത്ത തീരുമാനം. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്, ഈ ബോഡികൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി വയനാട്ടിൽ നിന്ന് ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല. ഈ ബോഡികളൊക്കെ മേപ്പാടിയിൽ വരുമ്പോൾ മേപ്പാടിയിലേക്ക് തന്നെ അവിടുന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സൗകര്യം അവിടെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒന്ന് നാടുകാണി വഴിയാണ് ഈ ബോഡികൾ പോകാനുള്ളൊരു റൂട്ട്. അപ്പോൾ വാഹനങ്ങൾ ഇങ്ങോട്ടും അങ്ങോട്ടും പോകുമ്പോൾ നമുക്ക് റോഡ് തിരക്കുണ്ടാകാനും ഇതിന് കാലവർഷ പരിഗണിച്ചൊക്കെ പ്രയാസം ഉണ്ടാകും. അതുകൊണ്ടാണ് ആളുകൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നത്. പിന്നെ 1-2 ആളുകൾ വന്ന ഒരു ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല ബോഡികളൊന്നും. അപ്പോൾ അതുകൊണ്ട് അവിടെ വന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഈ മെസ്സേജ് എല്ലാവരും പാസ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥികൾ. രാവിലെ എടുത്തൊരു തീരുമാനമാണ്. നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർ ഉണ്ടായിരുന്നു, CA DYSP ഉണ്ടായിരുന്നു. എല്ലാവരും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ 10ഓളം മൃതദേഹങ്ങൾ കൂടി അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ, ഈ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഇവിടെ എത്ര ബോഡി വന്നാലും അതിലുള്ള ഫ്രീസറും പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാ പോസ്റ്റ്മോർട്ടം നടപടികളും ഇന്നലെ കിട്ടിയ എല്ലാ ബോഡികളും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാണ്. ഇന്ന് രാവിലെ വന്ന 3 ബോഡിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്ന വളരെ വേഗത്തിൽ താമസവിനെ ആ ബോഡികൾ ഇവിടുന്ന് തിരിച്ചയക്കാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് മറ്റ് തടസ്സങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. തീർച്ചയായും. അതായത് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതായത് യാതൊരു കാരണവശാലും വയനാട്ടിൽ നിന്നുള്ളവർ ബുദ്ധിമുട്ടി ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല. കാരണം ഒരു ദുരന്തം അനുഭവിച്ചവരാണ് അവർ. അതുകൊണ്ട് തന്നെ അവർ ഇനിയൊരു ബുദ്ധിമുട്ട് കൂടി അനുഭവിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. നിലവിൽ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടി ഇന്നലെയൊക്കെ ഫോട്ടോയും എല്ലാമായി നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ഇനിയിപ്പോൾ ആളുകൾ ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല. കാരണം അത് അവർക്കും ബുദ്ധിമുട്ടാണ്. കൂടാതെ ഇത്രയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് ഈ ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ ഈ ചുരമിറങ്ങി വരുന്നതും ഒരു ഗതാഗത കുരുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാനും ഇടയുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതിന് പുറമെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത് 10ഓളം മൃതദേഹങ്ങൾ വീണ്ടും ഇപ്പോൾ ചാലിയാറിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന മറ്റൊരു വിവരം. അതിൽ തന്നെ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങളുമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഈ 3 മൃതദേഹങ്ങൾ ആണ് ഇപ്പോൾ ഇന്ന് രാവിലെ ലഭിച്ചതിൽ 3 മൃതദേഹങ്ങളാണ് ഇവിടേക്ക്
എത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇപ്പോൾ എന്തായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ ആശുപത്രിയിലാണ് നിലവിൽ ഈ ഒരു മൃതദേഹങ്ങളെല്ലാം തന്നെ ഉള്ളത്. ഇന്നിപ്പോൾ 10 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മുണ്ടേരി മുക്കംകടവിൽ നിന്നാണ് 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. മുണ്ടേരി ഫാമീസിന് എതിർവശത്തുള്ള ചാലിയാർ തീരത്ത് നിന്നും 7 മൃതദേഹങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. മൃതദേഹത്തിൻ്റെ ഭാഗങ്ങളുമെല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതിനുവേണ്ട ഉള്ളത് നിലമ്പൂരിലെ സർക്കാർ ആശുപത്രിയിലാണ്. അവിടേക്ക് ഇപ്പോൾ 61 മൃതദേഹങ്ങൾ അവിടെ നിലമ്പൂർ സർക്കാർ ആശുപത്രിയിലുണ്ട്. ഇതിൽ